ഹലോ, എൻ്റെ പേര് റിയ വാണിയപ്പുരയ്ക്കൽ. ഞാൻ ജർമ്മനിയിൽ നിന്നാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് കാരണം ഞാൻ വിശുദ്ധ കാർലോ അക്യൂട്ടസിൻ്റെയും വിശുദ്ധ പിയർ ജോർജിയോ ഫ്രസാത്തിയുടെയും കാനനൈസേഷൻ സെറമണിയിൽ പങ്കെടുക്കുകയുണ്ടായി. അതിനെപ്പറ്റിയുള്ള എൻ്റെ ചിന്തകളും എൻ്റെ എക്സ്പീരിയൻസും ഷെയർ ചെയ്യാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിലായിരിക്കുന്നത്. ഈ കാനനൈസേഷന് പോകാനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ ആദ്യം തന്നെ പറയാം. 2020 എൻ്റെ പേരൻസ് വിശുദ്ധ കാർലോ അക്യൂട്ടസിൻ്റെ ടൂമ്പിൽ പോയിരുന്നു, അസീസിയിൽ. അന്ന് ഞാൻ മാസ്റ്റർ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയമാണ്. അപ്പോൾ എൻ്റെ പേരൻസ് പ്രാർത്ഥിച്ചിരുന്നു, എസ്പെഷ്യലി എൻ്റെ അമ്മ, ഞാൻ പഠനം വളരെ വിജയകരമായി പൂർത്തിയാക്കുകയാണെങ്കിൽ വിശുദ്ധ കാർലോ അക്യൂട്ടസ് അന്ന് വാഴ്ത്തപ്പെട്ടവനാണ്, എന്ന് വിശുദ്ധനാകുന്നു അന്ന് ലോകത്തിൻ്റെ ഏത് ഭാഗത്താണ് ഞാൻ ജീവിക്കുന്നതെങ്കിലും അവിടെ നിന്ന് ഞാൻ റോമിലെത്തുമെന്ന് എൻ്റെ അമ്മ നേർച്ച നേർന്നിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു അന്ന് തൊട്ട് അമ്മ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന എൻ്റെ പഠനത്തിൻ്റെ ഒപ്പം പിന്നീട് ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ നന്നായി പഠിച്ചു, നല്ല മാർക്ക് നേടി, നല്ലൊരു ജോലി എനിക്ക് ലഭിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കാനനൈസേഷൻ്റെ ഡേറ്റ് വരുന്നതും കാനനൈസേഷൻ ഫൈനലൈസ് ചെയ്യുന്നതും. അങ്ങനെ എനിക്ക് റോമിൽ പോകാനുള്ളൊരു മോട്ടിവേഷനായി അത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. 2022 ഒരു ഓൺലൈൻ ഇവൻറ്റിൽ കാർലോ അക്യൂട്ടസിൻ്റെ അമ്മയോട് നേരിട്ട് എനിക്ക് സംസാരിക്കാനുള്ള അവസരവും ഉണ്ടായിട്ടുണ്ട്. After his death, where you felt that he has reached heaven and he has started impacting the lives of people. We have 1,000 of us sign. First of all, he did many miracles, not the only one. ഈ രണ്ട് സംഭവങ്ങൾ എന്നെ കാർലോ അക്യൂട്ടസിൻ്റെ കാനനൈസേഷനിലേക്ക് ഒത്തിരി അടുപ്പിച്ചു. സെപ്റ്റംബർ 7 രാവിലെ ഞാൻ 5:30 ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വളരെ കുഞ്ഞു പിള്ളേർ തൊട്ട്, അതായത് ടീനേജേഴ്സ് തൊട്ട് യങ്സ്റ്റേഴ്സ് വരെയും പിന്നെ പ്രായമുള്ളവരും ഉണ്ടായിരുന്ന ഒരു കാനനൈസേഷൻ സെറമണി ആയിരുന്നു. ആൻഡ് മണിക്കൂറുകളുടെ ക്യൂ നിന്നിട്ടാണ് സ്ക്വയറിനകത്ത് എനിക്ക് എത്തിപ്പെടാൻ പറ്റിയത്. സ്ക്വയറിനകത്ത് എത്തിപ്പെട്ടിട്ടും 2 മണിക്കൂറിൻ്റെ വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു. ബിക്കോസ് അത്രയും നേരത്തെ ആൾക്കാർ അവിടെ എത്തിയിരുന്നു ഈ 2 യങ്സ്റ്റേഴ്സിൻ്റെ കാനനൈസേഷന് വേണ്ടി. സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് എത്തിയപ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്തത് വളരെ ഒരു സ്വർഗീയ ഒരു ഫീലായിരുന്നു. ഞാൻ എന്തോ ഈ ലോകത്തല്ലാത്തടത്ത് എത്തിപ്പെട്ടതുപോലെ, ഇത്രയും ക്രൗഡിനെയും ഒരേ ഫെയ്ത്ത് ഉള്ളവരെ ഒരുമിച്ച് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായിരുന്നു എൻ്റെ ഉള്ളിൽ. അങ്ങനെ കാനനൈസേഷൻ സെറമണി സ്റ്റാർട്ട് ചെയ്തു. കാനനൈസേഷന് മുൻപേ പതിവില്ലാത്ത രീതിയിൽ ലിയോ മാർപ്പാപ്പ വന്ന എല്ലാ യങ്സ്റ്റേഴ്സിനെയും കുട്ടികളെയും ഗ്രീറ്റ് ചെയ്തു. എന്നിട്ട് ഞങ്ങളെ ലാസ്റ്റ് സെറമണിക്ക് ശേഷം കാണുമെന്നും അറിയിച്ചു. കുർബാന സ്റ്റാർട്ട് ചെയ്തു. കുർബാനയിൽ പിയർ ജോർജിയോ ഫ്രസാത്തിയുടെ കുടുംബാംഗങ്ങളും ഒപ്പം കാർലോ അക്യൂട്ടസിൻ്റെ അപ്പൻ, അമ്മ, 2 സഹോദരങ്ങളും ഉണ്ടായിരുന്നു. അത് ഭയങ്കര കൗതുകമുള്ള കാഴ്ചയായിരുന്നു. കുർബാനയിൽ വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗം എനിക്ക് ഫീൽ ചെയ്തത്, കാർലോ അക്യൂട്ടസിൻ്റെ അനിയനാണ് പഴയ നിയമ ഭാഗം കുർബാനയ്ക്ക് ഇംഗ്ലീഷിൽ വായിച്ചത് വളരെ ഭംഗിയായിട്ട്. ആൻഡ് ആ സെറമണിയിലുടനീളം എല്ലാവരും വളരെ ഭക്തിയോടെയാണ് നിന്നത്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ യങ്സ്റ്റേഴ്സിൻ്റെ പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തി അവരോടൊരു സ്നേഹമുള്ള വിശ്വാസികളിലും ഞാൻ കാണുകയുണ്ടായി. പുതിയതായിട്ടുള്ള ഈ 2 സെയിൻസിനെ കാനനൈസേഷൻ ഒരുമിച്ച് വെച്ചത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം 2 പേരുടെയും ലൈഫിലുണ്ടായിരുന്ന വാല്യൂസും 2 പേരും ഈശോനെ സ്നേഹിച്ചിരുന്ന രീതികളിലൊക്കെ ഒത്തിരി സിമിലാരിറ്റി ഉണ്ടായിരുന്നു. 2 പേരും പരിശുദ്ധ കുർബാനേനെ ഒത്തിരിയധികം സ്നേഹിച്ച ആൾക്കാരാണ്. പാവങ്ങളോട് 2 പേർക്കും കരുണയും അവരെ സഹായിക്കുകയും ചെയ്യാൻ അവസരങ്ങൾ കണ്ടെത്തിയിരുന്നു. ലിയോ മാർപ്പാപ്പ ഹോമിലിയിൽ അവിടുത്തെ പ്രസംഗത്തിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ കടമെടുക്കുകയാണ്. ലിയോ മാർപ്പാപ്പ പറഞ്ഞ ഒരു കാര്യമുണ്ട്. കാർലോ അക്യൂട്ടസിൻ്റെ ജീവിതത്തിൽ കാർലോ അക്യൂട്ടസ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, നോട്ട് ഐ ബട്ട് ഗോഡ് എന്നുള്ളതാണ്. ഞാനല്ല, ദൈവമാണ്. വിശുദ്ധ പിയർ ജോർജിയോ ഫ്രസാത്തി പറഞ്ഞിട്ടുള്ള കാര്യം, ഈശോനെ ജീവിതത്തിൻ്റെ സെൻറ്ററിലെ എല്ലാ ആക്ഷൻസിൻ്റെയും സെൻറ്ററിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക്, അതായത് സ്വർഗത്തിലേക്ക് എത്തും എന്ന് പിയർ ജോർജിയോ ഫ്രസാത്തി പറഞ്ഞിട്ടുണ്ട്. ആൻഡ് മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു, അവരുടെ വിന്നിങ് ഫോർമുല ടു ഹോളിനെസ് എന്നുള്ളതാണ്. ഇത് നമ്മൾക്കും ഒരു മോട്ടിവേഷനാണ്. നമ്മളുടെ ജീവിതത്തിൻ്റെ നടുവിൽ എന്നും ഈശോ ഉണ്ടാവുകയും നമ്മുടെ എല്ലാ ആക്ഷൻസിൻ്റെയും സെൻറ്റർ പോയിൻ്റ് എന്നും ഈശോ ആണെങ്കിൽ, അതിൻ്റെ ഒപ്പം എല്ലാം ജീവിതത്തിൽ സംഭവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, ഈശോയ്ക്ക് വേണ്ടിയാണെന്നുള്ളൊരു ബോധ്യം, ഇവരുടെ 2 പേരുടെയും ബോധ്യങ്ങൾ ചേർത്ത് വെക്കുമ്പോൾ ഹോളിനെസ്സിലേക്കുള്ള വഴി എനിക്ക് തോന്നുന്നു ഇച്ചിരും കൂടെ നമുക്ക് മനസ്സിലാവുന്നത് പോലെയാണ്. ആൻഡ് യങ്സ്റ്റേഴ്സിനും പ്രായമുള്ളവർക്കും കുട്ടികൾക്കും ഒക്കെ അത്
മനസ്സിലാക്കാനും എളുപ്പമാണ്, ഫോളോ ചെയ്യാനും എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ സഭയിലേക്ക് പുതിയ 2 വിശുദ്ധരെ നൽകിയ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു.